മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണയാണെങ്കിൽ ആ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം എടുത്തിട്ട് മുത്തശ്ശി അറിയിക്കുന്നുണ്ട്. ഉണ്ണിയുടെ കുഞ്ഞിനെ എന്തായാലും തനിക്ക് ജന്മം നൽകാനാകില്ല. കാരണം സത്യങ്ങളൊക്കെ അറിയുന്ന ഉണ്ണി ഉറപ്പായിട്ടും തന്നെ ഉപേക്ഷിക്കും. മാത്രമല്ല പ്രസവ സമയത്ത് ഒരുപാട് ചിലവിൻ്റെ ആവശ്യമുണ്ട്. അപ്പം പൈസ തരാൻ ബുദ്ധിമുട്ടുള്ള അയാൾ ഈ സമയത്ത് എങ്ങനെയെങ്കിലും നൈസായിട്ട് പിണങ്ങി നിൽക്കും. അതിനുശേഷം പണം വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തിരികെ വരുന്നൊരു ടൈപ്പാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കളയുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നു, ഒരിക്കലും വേണ്ട, അതല്ല മുത്തശ്ശി, ശരിയാകില്ല. കേസും വഴക്കുമൊക്കെ ആകുമ്പം ഒരുപാട് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നല്ലേ ആ വക്കീൽ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പൈസയൊന്നും കാണില്ല. എങ്കിലും മോള് വിഷമിക്കേണ്ട, മുത്തശ്ശിയുടെ കൈ ഒരുപാട് സ്വർണവും വീടും ഒക്കെ ഇല്ലേ, നമുക്ക് നോക്കാം. മാത്രമല്ല മോള് തള്ളിയിട്ട മഹാലക്ഷ്മിയുടെ കുഞ്ഞ് എന്തായാലും ഈ ലോകം കാണില്ല. ഇനിയൊരു കുഞ്ഞിനെ അവൾക്ക് ജന്മം നൽകാനാകുമെന്നും തോന്നില്ല. അപ്പം മോളുടെ കുഞ്ഞ് ജീവനോടുള്ളത് നല്ലതാ. ഈ സ്വത്തുക്കളൊക്കെ ഒരവകാശി വേണ്ടേ എന്നൊക്കെ മുത്തശ്ശി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശി തൻ്റെ മനസ്സിലെ ആ ഒരു പേടി അറിയിക്കുന്നുണ്ട്. കണ്ണൻ ഇനി മോളുടെ പേരിൽ കൊലപാതക കുറ്റത്തിന് കേസ് കൊടുക്കുമോ എന്നാണ് എൻ്റെ പേടി. അങ്ങനെ കൊടുക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. മഹാലക്ഷ്മിയുടെ കുഞ്ഞും ഈ ലോകത്ത് ജനിക്കാൻ പാടില്ല എന്ന് മുത്തശ്ശി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ മുതൽ നമ്മുടെ കരുണയ്ക്ക് നല്ല പേടിയാകുന്നു. ഇനി കണ്ണനും കാണാം കേസ് കൊടുക്കുമോ. അയാളുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അച്ഛനെതിരെ കേസൊന്നും കൊടുക്കില്ല എന്ന് വാക്ക് കൊടുത്ത കണ്ണനാണിപ്പോൾ പ്രതാപനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയിരിക്കുന്നത്. രാവും പകലും ഇല്ലാതെ കണ്ണനും അതുപോലെ അനന്തുവും ഹോസ്പിറ്റലിലേക്കും പിന്നെ പ്രതാപനെയും വാമദേവനെയും ഒരു കാരണവശാലും പുറത്തിറക്കാൻ പറ്റാത്ത രൂപത്തിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷ നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനൊടുവിൽ നമ്മുടെ ലേഖയും മഞ്ജുവും നമ്മുടെ കണ്ണനൊക്കെ ചേർന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മഹിക്കും കുഞ്ഞിനും യാതൊരു ആപത്തും കൂടാതെ പ്രസവം കഴിഞ്ഞ് രക്ഷപ്പെട്ട് കിട്ടണേന്ന്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ കണ്ണനോടും അതുപോലെ മോഹിനിയമ്മയോടും പറയുന്നുണ്ട്, ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ രൂപത്തിലാവട്ടെ, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സയുടെ രൂപത്തിലും ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇനി അവിടെയുള്ളവൻ കനിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാനാകൂ. മഹാലക്ഷ്മിയുടെ ബോഡി അത്രയ്ക്ക് വീക്കാണെന്ന് പറയുമ്പോൾ കണ്ണനും അതുപോലെ മോഹിനിയമ്മയും ആകെ വിഷമിക്കുന്നുണ്ട്. അപ്പം മഹിയെ ലേബർ റൂമിലേക്ക് കയറ്റുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മഞ്ജുവും ലേഖയും വരുന്നത്. ലേഖയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞിക്കാലിനെ താലോലിക്കാനുള്ള കൊതിയിൽ അത്രയും പ്രതീക്ഷയോടെയാണ് മഹിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മഹിയുടെ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്ന് ഡോക്ടർ ഇങ്ങനെ ഒരു സംശയരൂപത്തിൽ പറയുന്നത് ലേഖയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകുന്നില്ല. ലേഖയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. കണ്ണനെ ആശ്വസിപ്പിക്കാൻ മഞ്ജുവും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ണന് യാതൊരു സമാധാനവും ഇല്ല. ലേബർ റൂമിൽ നിന്ന് നേഴ്സുമാർ കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് കണ്ണനും മോഹിനിയമ്മയ്ക്കും എന്തൊക്കെയോ ഭയം തോന്നുന്നു. ഇനി മഹിക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച് കാണുമോ, അതിനാണോ അവരിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നേഴ്സ് പറയുന്നുണ്ട്, ഒന്നും പറയാറായിട്ടില്ല സാർ, ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു. അതേസമയം ലേബർ റൂമിലാണെങ്കിൽ നമ്മുടെ എലിസബത്ത് ഡോക്ടർ കൂടെയുള്ള സ്റ്റാഫുകളോട് പറയുന്നുണ്ട്, ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി അമ്മയും കുഞ്ഞിനും യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെടുത്താൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സർജറിയൊക്കെ നടത്തുന്നുണ്ട്. അതേസമയം മനസ്സുരുകി ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മാർക്കോയാണെങ്കിൽ മഹിക്കും കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതേസമയം തന്നെ നമ്മുടെ സിദ്ധയായ അമ്മയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സിദ്ധയായ അമ്മയെ കണ്ടിട്ട് മാർക്കോ ചോദിക്കുന്നു, എന്താ അമ്മ, മഹിക്കും കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിക്കാതെ തിരികെ കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അല്പം പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും മാർക്കോ പേടിക്കണ്ട, മഹിക്കും കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിക്കില്ല. ഇത് ഈ അമ്മ തരുന്ന വാക്കാ. മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞല്ല, തികഞ്ഞ അയ്യപ്പ ഭക്തരായ അവർക്ക് ദൈവം കൊടുത്ത വരദാനമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ആർക്കും തന്നെ സാധിക്കില്ല എന്ന് പറയുമ്പോൾ മാർക്കോയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. എന്തായാലും മാർക്കോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വാമദേവനും പ്രതാപനും ഇട്ടുള്ള തിരിച്ചടികൾ നമ്മുടെ മാർക്കോയും കൂടി ചേർന്ന് തന്നെയായിരിക്കും കൊടുക്കുന്നത്. കോടതി കേസ് വാദം, അതിനിടയ്ക്ക് നമ്മുടെ മാർക്കോയുടെ ഗുണദോഷവും എല്ലാം കൂടി കരുണ എങ്ങനെ താങ്ങുമെന്നറിയില്ല. എന്തായാലും അധികം താമസിക്കാതെ ഉണ്ണിയും ദുർഗയും സത്യങ്ങൾ അറിയും എന്നുള്ള ഭയത്തിലാണ് കരുണ. കാരണം കണ്ണേട്ടനായിട്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും നാളെ എന്തായാലും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഈ ഒരു ന്യൂസ് സ്പ്രെഡാകും. അപ്പോൾ കണ്ണൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള പേരിനായിരിക്കത്തില്ല ഈ ന്യൂസ് വരുന്നത്. എത്ര അറിയാത്ത ആളാണെങ്കിലും അപ്പോഴറിയും എന്നുള്ള ഭയത്തിൽ കരുണ ആകെ വിഷമിക്കുന്ന സമയത്ത് ലേബർ റൂമിൽ നിന്ന് നമ്മുടെ
എലിസബത്ത് ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എലിസബത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ മഞ്ജുവും ലേഖയും കണ്ണനും മോഹിനിയമ്മയും അങ്ങോട്ട് അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അപ്പോഴായിരിക്കും ആ സന്തോഷ വാർത്ത പറയുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആ സന്തോഷ വാർത്ത അറിയാൻ പറ്റുമെന്ന് തോന്നില്ല. മഹിയുടെ കുഞ്ഞ് ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നൊക്കെയുള്ള സന്തോഷ വാർത്ത നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും. കാത്തിരിക്കാം.